ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. 2019 രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ ഇക്കുറി ദേശീയ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വം എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങിയേക്കുമെന്നുള്ള പ്രചരണങ്ങളുമുണ്ട്. ഇപ്പോഴിതാ ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. പ്രചരിക്കുന്നത് വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നത് വെറും ഊഹാപോഹം മാത്രമാണ്. കേരളത്തിൽ ഇത്തവണ ബി.ജെ.പി. ചരിത്രം കുറിക്കും. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു ചിന്ത ആർക്കുമില്ല. 2024 തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി തന്നെ വിജയിക്കുമെന്നാണ് നേതാവിന്റെ പുതിയ വാദം. ഏതായാലും പതിവ് പോലെ തന്നെ ബി.ജെ.പി. ഇത്തവണയും കേരളത്തിൽ ഒരു സീറ്റിലെങ്കിലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരവും തൃശൂരുമാണ് അവർ പ്രധാനമായും വിജയം ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങൾ. 3 മുന്നണികളിലും സ്ഥാനാർത്ഥി ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ സാധ്യതയുള്ള നേതാക്കളോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് നിർദ്ദേശം. ഈ സമയത്ത് തന്നെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സർവേകളും പുറത്തു വന്നിരുന്നു. കേരളത്തിൽ ഇത്തവണ ബി.ജെ.പി. ഒരു സീറ്റ് നേടാൻ സാധ്യതയുണ്ട് എന്നതാണ് ടൈംസ് നൗ ETG സർവേയിൽ പ്രധാന കണ്ടെത്തൽ. പതിവ് പോലെ 0 സീറ്റിൽ ബി.ജെ.പി. ഇത്തവണയും ഒതുങ്ങിയേക്കാം, അല്ലെങ്കിൽ ഒരു സീറ്റ് വരെ നേടിയേക്കാം എന്നതാണ് പ്രവചനം. സർവേ റിപ്പോർട്ട് ശരിയാകുകയാണെങ്കിൽ കേരളത്തിൽ ബി.ജെ.പി. പുതിയ ചരിത്രം തന്നെ കുറിക്കും. തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ലെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് വ്യക്തമാക്കിക്കൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളും നടക്കുന്നുണ്ട്. ബി.ജെ.പി. പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനു മുൻപേ ഇത്തരം പ്രചരണം തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ 2 തവണയായി എത്തിയതും ഇതിന്റെ ഭാഗം തന്നെ. നരേന്ദ്രമോദിയുടെ വരവ് ഒരു തരത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കൽ കൂടിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് വേണ്ടി സുരേഷ് ഗോപിയായിരുന്നു തൃശൂരിൽ മത്സരിച്ചത്. മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ട് നില 2014 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കാനും അന്ന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സീറ്റ് ഉറപ്പിച്ചു നൽകി. തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ചില സർവേകളിൽ തൃശൂരിൽ ബി.ജെ.പി. വിജയിക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ മത്സരം മണ്ഡലത്തിൽ നടന്നെങ്കിലും കുറഞ്ഞ വോട്ടുകൾക്ക് സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണുണ്ടായത്. 40,457 വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് അന്ന് ലഭിച്ചത്. ഇത്തവണ മോദിയും കൂട്ടരും കേരളം പിടിക്കാൻ എല്ലാവിധ സഹതാപ കളികളുമായി അരങ്ങത്തുണ്ട്. കേരളമായതുകൊണ്ട് ഇവിടെ കാവി പറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബി.ജെ.പിക്ക് അത് മനസ്സിലാകും.